പരാതിയായിട്ടാണ് വന്നിരിക്കുന്നത്. പരാതിയിൽ ഞാൻ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡിനെ കൊണ്ട് ഇത്രയും ദിവസം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊരു സമീപനം ഉണ്ടായില്ല. സമീപനമല്ല, ഒരു അന്വേഷണമായ ഒരു വിജയം കണ്ടെത്താൻ എനിക്ക് സാധിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഇത്രയും ദിവസം ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഇതുവരെ ഒരു പുരോഗതിയുടെ ഒരു ഇതെനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ നേരിട്ട് പരാതിയുമായിട്ട് ഞാൻ വരികയായിരുന്നു. പരാതി സാർ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ, അതായത് വകുപ്പ് അധികാരികൾ, പോലീസ് ചീഫ്, ഡിസ്ട്രിക്ട് കളക്ടർ, ഇത്രയും പേര് വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് എൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ അവരോട് പറയും. ആ പറയുന്ന എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുക. എനിക്ക് കഴിഞ്ഞത് കഴിഞ്ഞു. അവർ പറഞ്ഞു എന്നോട് വിദഗ്ധന്മാർ വന്നു, എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനതിൽ തൃപ്തയല്ല. എനിക്ക് ഇത് പോരാ. അപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നേവിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, സ്കൂബ ഡൈവേഴ്സിനെ കൂടുതലായിട്ട് ഇറക്കി എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ള എൻ്റെ മാത്രം തീരുമാനമാണ്. ഇത്രയും പ്രയാസപ്പെട്ട ഈ ഒരു അന്തരീക്ഷത്തിലും ഞാൻ നേരിട്ട് വന്നു. ഞാൻ ആരെയും എനിക്ക് പിന്താങ്ങാൻ ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എൻ്റെ സഹോദരിമാരും എൻ്റെ മോളുമായിട്ട് ഞങ്ങൾ 4 പേരാണ് എത്തിപ്പെട്ടത്. ഞങ്ങൾ 4 പേര് മാത്രമാണ് വന്നത്. ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ബാക്കി സാറ് എന്താന്ന് വെച്ചാൽ ലീഗലി ചെയ്യാന്ന് പറഞ്ഞു. അതെ, ഞാൻ പ്രൊട്ടസ്റ്റ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്താമെന്ന് പറഞ്ഞ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ വിളിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊരിക്കലും ഉൾക്കൊള്ളത്തില്ല. വന്ന് നേരിട്ട് ഞാൻ ഉദ്ദേശിച്ച വകുപ്പ്, ഞാൻ ഉദ്ദേശിച്ചല്ല, ഞാൻ ആവശ്യപ്പെട്ട വകുപ്പിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഉറപ്പ് തരികയോ ഞാൻ പറഞ്ഞ രീതിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പ് തരാതെ ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മുന്നോട്ടില്ല. തീരുമാനിച്ചാൽ അതുവരെ ഇവിടെ തുടരും. അതെ, ഞാനിവിടെ തുടരും. ഞാനിവിടെ കാണും. ഞാൻ സാറിനോട് പൂർണ്ണമായും നിങ്ങളുടെ ഒരു സമരം തന്നെയാണോ? ഇവിടുന്ന് നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നവർക്ക് പോകാനും പറ്റത്തില്ല. ഞാൻ വിടത്തില്ല. എൻ്റെ തീരുമാനം ഉറച്ചതാ, എൻ്റെ നിലപാടുകൾ ഉറച്ചതാ. അതിനപ്പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു അഭിപ്രായവും ഇല്ല, തീരുമാനവും ഇല്ല. എനിക്ക് എൻ്റെ നിലപാട്.